പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ WWE നടത്തിയ ക്ലാഷ് അറ്റ് ദി കാസ്റ്റിൽ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിനോട് അനുബന്ധിച്ചുള്ള കിക്ക് ഓഫ് എന്ന പ്രോഗ്രാമിനെ സംബന്ധിച്ചാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് തുടക്കാം. WWE ക്ലാഷ് അറ്റ് ദി കാസ്റ്റിൽ 2024 എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിനോട് അനുബന്ധിച്ച് ഇന്ന് നടത്തിയ കിക്ക് ഓഫ് എന്ന് പറയുന്ന പ്രോഗ്രാം ആരംഭിക്കുന്നത് കമൻറ്റേറ്ററായ മൈക്കിൾ കോളും WWE ചീഫ് കണ്ടന്റ് ഓഫീസറായ ട്രിപ്പിൾ എച്ചും കൂടിയിട്ടാണ്. പതിവ് പോലെ ട്രിപ്പിൾ എച്ച് വന്ന് സ്കോട്ട്ലാൻഡിലെ, അതായത് ഈ പ്രീമിയം ലൈവ് ഇവൻറ്റ് നടക്കുന്ന രാജ്യത്തെ കാണികളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊമോ നടത്തുന്നു. പിന്നീട് എല്ലാവരെയും ഈ ഒരു ഷോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. പിന്നീട് ഈ ഒരു ഷോ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ക്ലാഷ് അറ്റ് ദി കാസ്റ്റിൽ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നടക്കാൻ പോകുന്ന മത്സരങ്ങളുടെ ഒരു ഹൈപ്പ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് പ്രകാരം ആദ്യത്തെ ഒരു സംഭാഷണം എന്നുള്ളൊരു രീതിയിൽ അവർ AJ സ്റ്റൈൽസിനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നു. AJ സ്റ്റൈൽസ് വരുന്നു. AJ സ്റ്റൈൽസിനോട് മൈക്കിൾ കോള് ആദ്യ ചോദ്യം ചോദിക്കുന്നത് നിലവിൽ WWEയും TNAയും തമ്മിൽ ആരംഭിച്ചിട്ടുള്ള ഈ ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് AJക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ AJ പറയുന്നത് താൻ വളരെ സന്തോഷവാനാണ്. ഞാനാണ് ഒരു കമ്പനിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ താൻ ആദ്യം ചെയ്യുക ഇത്തരത്തിലുള്ള ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് കൊണ്ടുവരാനായിരിക്കും എന്നുള്ളതും AJ സ്റ്റൈൽസ് പറയുന്നുണ്ട്. അപ്പോൾ AJ സ്റ്റൈൽസിൻ്റെ TNA ഹിസ്റ്ററി എങ്ങനെ ഉള്ളതാണെന്ന് മൈക്കിൾ കോൾ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നീട് AJ സ്റ്റൈൽസിൻ്റെ ആ ഒരു റിട്ടയർമെൻറ്റിനെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്ത ചില വികൃതികൾ അതിനെക്കുറിച്ച് മൈക്കിൾ കോൾ മെൻഷൻ ചെയ്യുന്നു. AJ സ്റ്റൈൽസിന് പിന്നെയും ഒരു ചാമ്പ്യൻഷിപ്പ് അവസരം കിട്ടിയതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു. പിന്നീട് AJ സ്റ്റൈൽസ് പറയുന്നുണ്ട് ഈ ഒരു അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിൽ താൻ വിജയിക്കുമെന്നുള്ളത്. കൂടാതെ IQT മത്സരത്തിൽ തനിക്ക് WWEയിൽ ഒരു മത്സരം പോലും ഇതിനു മുൻപ് കളിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും WWEന് പുറത്ത് 4-0 എന്നുള്ളൊരു വിന്നിംഗ് സ്ട്രീക്കാണ് തനിക്കുള്ളത് എന്നും കോഡി റോഡ്സിന് ഈ IQT മത്സരം കളിച്ചിട്ട് യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ല എന്നുള്ളത് IQT മത്സരത്തിൽ തൻ്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്ന പോയിന്റ് ആണെന്നും AJ പറയുന്നുണ്ട്. പിന്നീട് അവിടേക്ക് അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യനായ കോഡി റോഡ്സിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോഴേക്കും AJ സ്റ്റൈൽസ് ആ ഒരു ഭാഗം വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ AJ സ്റ്റൈൽസിനെ സംബന്ധിച്ച് കോഡി പറയുന്നത് മറ്റൊന്നുമല്ല, AJയെ പരാജയപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ചാമ്പ്യൻഷിപ്പ് റണ്ണ് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. താൻ മികച്ചൊരു ചാമ്പ്യനാണ്, താൻ മികച്ചൊരു റെസ്ലറാണ്, മികച്ച ഒരു IQT മത്സരം ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോടിയുടെ ആ ഒരു എൻട്രൻസ് മ്യൂസിക് തൊട്ട് കോടിയുടെ ആ ഒരു സെഗ്മെൻറ്റ് അവസാനിക്കുന്നത് വരെ ക്രൗഡിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു റിയാക്ഷനൊക്കെ കോടിക്ക് കിട്ടുന്നുണ്ട്. കോടി എവിടെ പോയാലും അദ്ദേഹത്തിൻ്റെ ക്രൗഡിന് വലിയൊരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. കോടിയെ ഫേസ് ഓഫ് ദി കമ്പനി ആക്കി WWE എന്തിന് കാണിക്കുന്നു എന്നുള്ളതിന് അർത്ഥം തന്നെയാണ് കോടിക്ക് ആരാധകരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ. പിന്നീട് അവർ നടത്തിയ മറ്റൊരു സെഗ്മെൻറ്റ് WWEയുടെ വുമൻസ് ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ചാണ്. ചലഞ്ചറായ പൈപ്പർ നെവനെ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. പൈപ്പർ നെവൻ സ്കോട്ട്ലാൻഡിൽ നിന്നുള്ള റെസ്ലറാണ്. അപ്പോൾ സ്കോട്ട്ലാൻഡിൽ നിന്നുള്ള പൈപ്പർ നെവൻ്റെ ഹിസ്റ്ററി, ആ താരത്തിൻ്റെ പാസ്റ്റ്, ഇതെല്ലാം മൈക്കിൾ കോള് അവിടെ വിവരിക്കുന്നുണ്ട്. പൈപ്പർ നെവനും തൻ്റെ ഓർമ്മകളൊക്കെ പുതുക്കുന്നുണ്ട്. സ്കോട്ട്ലാൻഡിലെ ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് കമ്പനികളിലെ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ആയിക്കൊണ്ട് വളർന്നു വന്നതും പിന്നീട് WWEയുടെ NXT UK എന്ന മറ്റൊരു ഡിവിഷനിലേക്ക് വന്ന് അവിടെ ഒരു പേരുണ്ടാക്കിയെടുക്കുന്നതും അതിലൂടെ മെയിൻ റോസ്റ്ററിലേക്ക് വരുന്നതും ആ ഒരു വഴിയെ സംബന്ധിച്ച് പൈപ്പർ നെവൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നീട് അവിടേക്ക് ബെയ്ലി എന്ന ചാമ്പ്യൻ വരുന്നു. ബെയ്ലി എന്ന ചാമ്പ്യനും വലിയൊരു സപ്പോർട്ട് ക്രൗഡിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ പൈപ്പർ നെവനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ബെയ്ലിക്ക് പൈപ്പർ നെവൻ്റെ ഹോം ടൗണിൽ ലഭിച്ചു എന്ന് പറയേണ്ടി വരും. അങ്ങനെ പൈപ്പർ നെവനും ഈ ബെയ്ലിയും കൂടി ഉള്ള ജസ്റ്റ് ഒരു ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റോട് കൂടി, അതായത് പൈപ്പർ നെവൻ വിജയിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ബെയ്ലിക്ക് തന്നെയാണ് വിജയസാധ്യത എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് നിൽപ്പോട് കൂടി ആ ഒരു സെഗ്മെൻറ്റ് അവസാനിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. അവസാനമായി അവർ നടത്തിയ ഒരു സെഗ്മെൻറ്റ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. അവിടേക്ക് നിലവിലെ ചലഞ്ചറായ ഡ്രൂ മാക്കൻഡയറിനെയാണ് ആദ്യം ഇൻവൈറ്റ് ചെയ്യുന്നത്. ഡ്രൂ മാക്കൻഡയറിൻ്റെ ഹോം ടൗൺ ആണ്. ഡ്രൂ മാക്കൻഡയറിന് വിജയസാധ്യത കൂടുതലുള്ള ഒരു മത്സരമാണ്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡ്രൂ മാക്കൻഡയർ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഡ്രൂ മാക്കൻഡയറിൻ്റെ ആ ഒരു ഹിസ്റ്ററിയൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. കൂടാതെ ഡ്രൂ മാക്കൻഡയർ എന്തിന് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കണമെന്നുള്ള ഡ്രൂവിൻ്റെ അഭിപ്രായങ്ങളും ഡ്രൂ പങ്കുവെക്കുന്നുണ്ട്. അവിടേക്ക് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഡാമിൻ പ്രീസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇൻവൈറ്റ് ചെയ്ത ഉടനെ തന്നെ ഡാമിൻ പ്രീസ്റ്റിന് കൂവലാണ് കാണികളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. കാരണം ഡ്രൂവിൻ്റെ ആരാധകരാണ് അവിടെ മൊത്തമുള്ളത്. അവിടെ ഡാമിൻ പ്രീസ്റ്റിന് ചിയർ കിട്ടുമെന്നുള്ളത് നമുക്ക് സ്വപ്നം പോലും കാണാൻ സാധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ
ഡ്രൂ വേഴ്സസ് ഡെമിൻ പ്രീസ്റ്റ് ഇവർക്ക് തമ്മിലുള്ള ആ ഒരു സംഭാഷണം എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള ഇഷ്യൂസ് പറഞ്ഞു പോകുന്നതാണ്. എന്തായാലും ഡെമിൻ പ്രീസ്റ്റ് ഒരു ട്രാൻസിഷൻ ചാമ്പ്യൻ ആണെന്നാണ് ഡ്രൂ പറയുന്നത്. അതായത് ഇടക്കാല ചാമ്പ്യൻ എന്നുള്ളത്. തൻ്റെ ആ ഒരു ചാമ്പ്യൻഷിപ്പ് താൻ വീണ്ടെടുക്കുമെന്നുള്ളതും ഡ്രൂ പറയുന്നുണ്ട്. ഡെമിൻ പ്രീസ്റ്റ് പേപ്പർ ചാമ്പ്യൻ ആണെന്നും ഡ്രൂ പറയുന്നുണ്ട്. തൻ്റെ ഫാമിലിക്ക് വേണ്ടി തൻ്റെ ആരാധകർക്ക് വേണ്ടി താൻ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കുമെന്നുള്ളൊരു വലിയൊരു ആത്മവിശ്വാസം ഡ്രൂ പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്ന ടീമിൻ്റെ സഹായം തനിക്ക് വേണ്ട എന്നുള്ളത് ഒരിക്കൽ കൂടി ഡെമിൻ പ്രീസ്റ്റ് പറയുന്നുണ്ട്. ആരുടെയും സഹായം ഇല്ലാതെ ഈ നാളെ നടക്കുന്ന ക്ലാഷ് അറ്റ് ദി കാസിലിൽ താൻ വിജയിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഡെമിൻ പ്രീസ്റ്റും ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇരുവരും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റ് അവസാനിക്കുന്നതോടുകൂടി നമുക്ക് ഈ ക്ലാഷ് അറ്റ് ദി കാസിലിൻ്റെ കിക്ക് ഓഫ് എന്ന് പറയുന്ന പ്രോഗ്രാം അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ്സ് അനുസരിച്ചാണെങ്കിൽ CM പങ്ക് സ്കോട്ട്ലാൻഡിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മിക്കവാറും ഡ്രൂ മാക്കൻഡയറിൻ്റെ പരാജയത്തിലേക്ക് നയിക്കുന്ന ഒരു പോയിന്റ് CM പങ്കിൻ്റെ ഇൻ്റർഫിയറൻസ് ആയിരിക്കും. ജഡ്ജ്മെൻറ്റ് ഡേ ടീമിലെ അംഗങ്ങൾ ആരും വരാത്തത് കൊണ്ട് തന്നെ ഡെവിൻ പ്രീസ്റ്റ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് CM പങ്കിൻ്റെ സഹായത്തോടു കൂടി ആയിരിക്കും എന്നുള്ളത് 100% ഉറപ്പായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ക്ലാഷ് അറ്റ് ദി കാസിൽ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് നാളെ രാത്രി കണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.